ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ഒരുങ്ങി സുന്ദരിയായി കുഞ്ഞിനെയും ഒരുക്കി റെഡിയാക്കിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോവാം കേട്ടോ. ഇന്നൊരു വിശേഷമുള്ള ദിവസമാണേ. ഇന്ന് അച്ഛയുടെ പിറന്നാളാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരുങ്ങി അമ്പലത്തിൽ പോയി. അടുത്ത് തന്നെയുള്ള പൊന്നേത്ത് കാവിലാണേ പോയത്. അവിടെ നിറച്ചും പ്രാവൊക്കെ ആയിട്ട് നല്ല വൈബുള്ളൊരു അമ്പലമാണേ. പിന്നെ വീട്ടിലെത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് സദ്യയുടെ പണിക്ക് നിന്നു. ഇന്ന് സദ്യ ഫുള്ള് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയേ. അച്ഛനും അമ്മേനൊന്നും അടുക്കളയിൽ കയറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു സിമ്പിൾ സദ്യ ആയിരുന്നു കേട്ടോ. പഴം, പപ്പടം, അച്ചാർ, അവിയൽ, ഓലൻ, പാവയ്ക്ക പച്ചടി, പൊട്ടറ്റോ ഫ്രൈ, പിന്നെ പൈനാപ്പിൾ പച്ചടി, പിന്നെ ചോറ്, സാമ്പാർ ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഗോതമ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സദ്യ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ ഈവനിങ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ടിലേക്കാണ് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എയർപോർട്ടിൽ പോകാൻ. പക്ഷേ ഈ ഡിപ്പാച്ചേഴ്സിൻ്റെ സൈഡിൽ ആരെങ്കിലും സീ ഓഫ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. അപ്പം ഇന്ന് വലിയ മാമ തിരിച്ച് ദുബായിലേക്ക് പോവാണ്. ആളെ സീ ഓഫ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മൾ. അങ്ങനെ മാമയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് വീടെത്തിയിട്ട് നമ്മൾ ഒരു കുട്ടി സർപ്രൈസ് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്തു. കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. ഗിഫ്റ്റ് കൊടുത്ത ആളുടെ എക്സ്പ്രഷൻ നോക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. പക്ഷേ കിട്ടിയത് വേറൊരാളുടെ കുസൃതിയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. ബൈ.